യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. ഒത്തിരിയേറെ സ്നേഹത്തോടെ വചന ശുശ്രൂഷയിലേക്കും സൗഖ്യപ്രാർത്ഥനയിലേക്കും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളും വേദനകളൊക്കെ ഈശോയ്ക്ക് അറിയാം. നമ്മുടെ രോഗങ്ങൾ അവൻ സൗഖ്യമാക്കും. നമ്മളെ തകർച്ചകളിൽ നിന്ന് വിടുവിക്കും. നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ഉറപ്പായിട്ടും കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. ജെറമ്യായുടെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ. നീ അവരോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വീണവൻ എഴുന്നേൽക്കുകയില്ലേ? വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നത്? വഞ്ചനയിലാണ് അവർക്ക് ആസക്തി. തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. കർത്താവിൻ്റെ ഹൃദയത്തിലെ സങ്കടമാണ് ഈ വചനമായിട്ട് വരുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ഞാനൊരു ആത്മീയ മനുഷ്യനാണ്, പ്രാർത്ഥന മനുഷ്യനാണ്, അല്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവര് ഓർക്കുക, നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. ആത്മീയ ജീവിതത്തില് ശ്രദ്ധയില്ലെങ്കിൽ, ജാഗ്രത ഇല്ലെങ്കിൽ സാത്താൻ നിങ്ങളെ വീഴ്ത്തുവാൻ വലിയ വഴികളെ, കെണികളെ ഒരുക്കും. അത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ഏതൊരുവനും സാത്താൻ ഒരുക്കുന്ന കെണിയിൽ വീണ് തകരാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം. വീണവൻ എഴുന്നേൽക്കുകയില്ലേ? നീ വീണുപോയെങ്കിൽ എഴുന്നേൽക്കുക. നീ എഴുന്നേൽക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. പാപത്തില് തിന്മയിലേക്ക് വീണുപോയെങ്കിൽ ആ തിന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണം. വീണവൻ ഉടൻ തന്നെ എഴുന്നേൽക്കുക. തിന്മയുടെ വഴികള് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക. വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വഴിതെറ്റി ജീവിക്കുന്നവര് മടങ്ങി വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ വഴിതെറ്റി ജീവിക്കുന്നവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വില കൊടുത്ത് മധ്യസ്ഥം പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കത്തില്ല. നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ആരെയും നമുക്ക് നന്നാക്കിയെടുക്കാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ വീണു പോയവനെ, വഴിതെറ്റിപ്പോയവനെ, പാപവഴിയിൽ ജീവിക്കുന്നവനെ, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരെ മടക്കിക്കൊണ്ടുവരാനായിട്ട് ദൈവസന്നിധിയിൽ ശക്തമായിട്ട് മാധ്യസ്ഥം വഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ഉള്ള മാധ്യസ്ഥ പ്രാർത്ഥനകൾക്ക്
കർത്താവ് ഉത്തരം നൽകും. ജെറമിയ 9:1-2. എൻ്റെ ശിരസ് ഒരു കണ്ണുനീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. എൻ്റെ ശിരസ് ഒരു കണ്ണുനീർ തടാകമായി, എൻ്റെ കണ്ണുകളിലൂടെ നിരന്തരമായിട്ട് കണ്ണുനീര് ഒഴുകുന്ന ഒരനുഭവം ഉണ്ടായിരുന്നെങ്കിൽ, നിഹിതന്മാരെ ഓർത്ത് പാപത്തിന്റെ അടിമത്തത്തിൽ, തകർച്ചയുടെ അടിമത്തത്തിൽ, തിന്മയുടെ ബന്ധനത്തിലായിരിക്കുന്നവർ, അവരെ മോചിപ്പിക്കാൻ വേണ്ടി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവരെ ഓർത്ത് രാപ്പകൽ ഞാൻ കരയുമായിരുന്നു. പ്രവാചകൻ പറയുക, ജെറമിയ, രാപ്പകൽ അവരെ ഓർത്ത് ഞാൻ കരയുമായിരുന്നു. സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്ന, പാപ ആസക്തിയുടെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തികൾ, ആത്മീയ ജീവിതത്തിന്റെ മൂടുപടം ഇട്ടുകൊണ്ട് രഹസ്യ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്നവർ, ആധ്യാത്മിക ജീവിതത്തിന്റെ സദാചാരം പറയുന്നവർ, പുറമെ സദാചാരം പറയുകയും ആത്മീയതയുടെ പരിവേഷം ഉണ്ടായിരിക്കുകയും ഉള്ളിൽ അശുദ്ധിയും മ്ലേച്ഛതയും രഹസ്യ പാപങ്ങളും ജഡികതയിലും ജീവിക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. അവരെ ഓർത്ത് രാപ്പകൽ ഞാൻ കരയുമായിരുന്നു. ദൈവസന്നിധിയിൽ കരഞ്ഞ് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. വഴിതെറ്റിപ്പോയവർ തിരിച്ചു വരണമെങ്കിൽ അതിനുവേണ്ടി വില കൊടുത്ത് ആരെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ കൈകൾ വിരിച്ചു പ്രാർത്ഥിക്കാൻ ഉണ്ടാവണം. എങ്കിലേ അവരെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ് അവർ. വില്ലുപോലെയാണ് അവിടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല, കർത്താവ് അരുളിച്ചെയ്യുന്നു. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക്, കാപട്യത്തിൽ നിന്ന് വലിയ വലിയ കാപട്യങ്ങളിലേക്ക് അവർ നീങ്ങുകയാണ്. അവർ എന്നെ അറിയുന്നില്ല. വഴിതെറ്റിപ്പോയവർ മടങ്ങി വരുമോ? വഴിതെറ്റിപ്പോയ എല്ലാവരും മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ മടങ്ങി വരവിന് വേണ്ടി ദൈവം കരുണയോടെ കാത്തിരിക്കുകയാണ്. ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെ മറുതലിക്കുന്നു. ഈ ജനം മറുതലിക്കുന്ന ഒരു ജനതയാണ്. ദൈവത്തിനെതിരെ, ദൈവവചനത്തിനെതിരെ മറുതലിക്കുന്ന ഒരു ജനത. അഹങ്കാരം തലയ്ക്ക് മത്തുപിടിച്ച ഒരു ജനത. ദൈവവചനത്തിന് വില കൊടുക്കാത്ത ഒരു ജനത. ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കാത്ത ഒരു സമൂഹം. മറുതലിക്കുന്ന ഒരു സമൂഹം. വഞ്ചനയിലാണ് അവർക്ക് ആസക്തി. ജഡത്തിന്റെ ആസക്തി, ഭോഗാസക്തി, കണ്ണുകളുടെ ആസക്തി, ധനാസക്തി. ഇവിടെ പറയുന്നു വഞ്ചനയുടെ ആസക്തി. അതൊരു സ്പിരിറ്റാ. മറ്റുള്ളവരെ വഞ്ചിക്കുക, ചതിക്കുക, കെണിയിൽപ്പെടുത്തുക, ദ്രോഹിക്കുക, അപമാനിക്കുക, ഇങ്ങനെയുള്ള വ്യക്തികൾ ധാരാളമായിട്ടുണ്ട്. ആത്മീയതയുടെ പരിവേഷം പുറമേയുള്ള ചിലർ പോലും ഇങ്ങനെ ജീവിക്കുന്നു. തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. വചനം പറയുന്നു തിരിച്ചു വരാനായിട്ട് അവർക്ക് മനസ്സില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഉറപ്പാണ്, ഇങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവും. താങ്ങാനാവാത്ത തിരിച്ചടികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും മുമ്പ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ,
നീ തയ്യാറാവണം. അല്ലെങ്കിൽ ഉറപ്പാ നിനക്കും നിന്റെ ഭവനത്തിലൊക്കെ ശക്തമായ തിരിച്ചടികളും പരാജയങ്ങളും ഒക്കെ കടന്നു വരും. മറുതലിച്ച് ജീവിക്കുന്നവർ, അഹങ്കാരത്തിൽ ജീവിതം നയിക്കുന്നവർ ഒക്കെ വളരെ വേഗം ദൈവത്തിലേക്ക് തിരിച്ചു വരിക. തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. ഒരുവനും തൻ്റെ ദുഷ്ടമായ പ്രവൃത്തികളെക്കുറിച്ച് അനുതപിക്കുന്നില്ല. പാപകരമായ ജീവിതം നയിക്കുന്നു. ഹൃദയത്തില് ദുഷ്ടത ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. രഹസ്യമായിട്ട് ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നു. എന്നിട്ടോ അനുതപിക്കുന്നില്ല. ബാഹ്യമായ ഭക്തിയുടെ മൂടുപടം ഇട്ടുകൊണ്ട് അനുസ്യൂതം ഭക്തകൃത്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യർ. അവർക്ക് മാനസാന്തരമില്ല, അനുതാപമില്ല. ഒന്നിനു പിറകെ ഒന്നായി രഹസ്യത്തിൽ കണ്ണിന്റെ പാപം, ലൈംഗിക പാപം, മ്ലേച്ഛതകള്, തെറ്റായ ബന്ധങ്ങള്, അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ചു പോവുകയാണ്. പുറമെ ആത്മീയതയുടെ നല്ല ഒരു മൂടുപടം ഇട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരോർത്തോ വൻ തകർച്ചയിലേക്ക് നീ വീഴുന്ന സമയം ഉണ്ടാകും. എഴുന്നേൽക്കാൻ പറ്റാത്ത തകർച്ചകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ് ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിക്കുന്നില്ല. അനുതാപത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. ഏതൊരു പാപിയുടെയും നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എത്ര വലിയ പാപത്തിൽ ജീവിക്കുന്നവർക്കും തിരിച്ചു വരാൻ ദൈവം അവസരം കൊടുക്കുക. അനുതപിക്കുവാൻ നീ തയ്യാറാകണം. ചെറുതും വലുതുമായ രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുക്കണം. അനുതാപത്തിന്റെ കണ്ണുനീർ ഒഴുകണം. മ്ലേച്ഛമായ നിന്റെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കണം. നിന്റെ ഹൃദയം യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടണം. നിന്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന് കടന്നു വരണം. അതിനുവേണ്ടി നിന്റെ ഹൃദയത്തെ നീ ഒരുക്കണം. അനുതപിക്കുക. ദൈവസന്നിധിയില് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. നിന്റെ അകൃത്യങ്ങളെല്ലാം കർത്താവ് ക്ഷമിക്കും, നിനക്ക് മാപ്പ് തരും. പടക്കളത്തിലേക്ക് കുതിക്കുന്ന കുതിരയെ പോലെ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് പോകുന്നു. ജെറമ്യ 8:6. പടക്കളത്തിലേക്ക് പോകുന്ന കുതിരയെ പോലെ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് പോകുക. പടക്കളത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിര, കിലോമീറ്ററുകൾ സ്പീഡില് പാഞ്ഞു പോകുന്ന കുതിര, അവനവന്റെ ഇഷ്ടമനുസരിച്ച്. ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം തേടുന്നില്ല, ദൈവത്തെ തേടുന്നില്ല, ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നില്ല. സ്വന്തം ഇഷ്ടം പോലെ, സ്വന്തം വഴിയിലൂടെ, സ്വന്തം താല്പര്യമനുസരിച്ച് അങ്ങോട്ട് ജീവിക്കാണ്. പടക്കളത്തിലേക്ക് കുതിര പായുന്നത് പോലെ സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പടക്കളത്തിൽ കുതിര പായുന്ന പോലെ പായുന്ന മനുഷ്യൻ, നീ വീഴും, ഉറപ്പാണ്. നിന്റെ വീഴ്ച വലുതായിരിക്കും, എഴുന്നേൽപ്പിക്കാൻ പോലും ആരും കാണത്തില്ല. ദൈവത്തിൽ നിന്ന് നീ അകന്നു പോയെങ്കിൽ എത്രയും വേഗം ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ നീ മനസ്സ് കാണിക്കണം. വലിയ തകർച്ചകളിൽ ഉൾപ്പെട്ട് എല്ലാം തീരുന്നതിന് മുമ്പ് നിന്റെ കണ്ണുകൾ ദൈവത്തിലേക്ക് നീ ഉയർത്തണം. എല്ലാ ദുഷ്ടതയും പാപത്തിന്റെ വഴികളും ഒക്കെ വിട്ട് ഒന്ന് എളിമപ്പെടുവാൻ, ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു വരാൻ നീ തയ്യാറാവണം.
ജെറമ്യ 8:7. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലം അറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാവട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. എൻ്റെ ജനത്തിന് കർത്താവിൻ്റെ കൽപ്പനകള്, കർത്താവിൻ്റെ വചനങ്ങള് അറിഞ്ഞുകൂടാ. ഞാറപ്പക്ഷിയും മീവൽ പക്ഷിയും മാടപ്രാവും കൊക്കുമൊക്കെ തൻ്റെ കൂട്ടിലേക്ക് മടങ്ങി വരും. അതിന് സമയം പാലിക്കുന്നു, കൃത്യസമയത്ത് തന്നെ. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എൻ്റെ ജനം എൻ്റെ വചനം പാലിക്കുന്നില്ല, എൻ്റെ ജനം എന്നെ അംഗീകരിക്കുന്നില്ല. ലോകത്തിൻ്റെ മാർഗങ്ങളിൽ എൻ്റെ ജനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ നിയമം ഞങ്ങൾ അനുസരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നുവെന്ന് ഉറപ്പായിട്ട് നിനക്ക് പറയുവാനായിട്ട് കഴിയുമോ? നിയമജ്ഞന്മാരുടെ വ്യാജമായ തൂലിക നിയമത്തെ വ്യാജമാക്കിയിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിതരാകും, അവർ സംഭ്രമിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു. കർത്താവിൻ്റെ വാക്കുകളെ അവർ നിരസിച്ചു. അവർ ജ്ഞാനികളാണ്, ബുദ്ധിമാന്മാരാണ്, വിജ്ഞാനികളാണ്, അറിവുള്ളവരാണ്. അവരെന്തൊക്കെയോ ആണെന്നാണ് ഭാവിക്കുന്നത്. അവർ കർത്താവിൻ്റെ വാക്കുകളെ, വചനങ്ങളെ നിരസിച്ചു. കർത്താവിൻ്റെ വഴികളെ അവർ നിരസിച്ചു. തിരിച്ചടികൾ ഉണ്ടാവും, പരാജയങ്ങൾ ഉണ്ടാവും. ദൈവത്തിലേക്ക് മടങ്ങി വരിക. വീണ് പോയവരൊക്കെ ചാടി എഴുന്നേൽക്കുക. വഴിതെറ്റിയ മാർഗങ്ങളിലൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ യഥാർത്ഥ വഴി, യഥാർത്ഥ സത്യം, യഥാർത്ഥ ജീവൻ, യഥാർത്ഥ പ്രകാശം ക്രിസ്തുവാണ്. ആൽഫായും ഒമേഗായും ആദിയും അന്ത്യവും എല്ലാമായ ക്രിസ്തുവിലേക്ക്, അവൻ്റെ വഴിയിലേക്ക് നീ മടങ്ങി വരിക. അവൻ്റെ മുഖത്തേക്ക് നോക്കുക. അവൻ്റെ മുറിവുകളോട് ചേർത്ത് നിന്റെ ഹൃദയത്തെ വെക്കുക. അവൻ്റെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട്, അവൻ്റെ പീഡകളെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ വഴികളിലൂടെ ഒരു ജീവിതം, അതുമാത്രമേ നിനക്ക് സമാധാനവും സന്തോഷവും നൽകത്തുള്ളൂ. ജെറമ്യയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 23-24. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കണം. ഞാൻ നിങ്ങളെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. ഞാനാണ് നിങ്ങളുടെ ദൈവം, നിങ്ങൾ എൻ്റെ ജനമാണ്. ഞാൻ നിങ്ങളെ വീണ്ടെടുത്തതാണ്. എൻ്റെ രക്തം കൊടുത്ത്, എൻ്റെ ജീവൻ കൊടുത്ത് നിങ്ങളെ ഞാൻ വീണ്ടെടുത്തതാ. നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാ. ദൈവം പറയുക, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാ. നിങ്ങളുടെ നാശം ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. വീണവൻ ഉടൻ എഴുന്നേറ്റ് കർത്താവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. ഞങ്ങൾക്ക് എല്ലാം ശുഭമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ശുഭമാകുവാൻ, അനുഗ്രഹമാകുവാൻ ഞാൻ പറയുന്ന മാർഗത്തിലൂടെ നിങ്ങൾ ചരിക്കണം. ആ മാർഗത്തിലൂടെ നിങ്ങൾ നടക്കണം. അവരാവട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. അവർ ദൈവത്തെ അനുസരിച്ചില്ല, ദൈവത്തെ കേൾക്കുവാൻ അവർ തയ്യാറായില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല, പിന്നോട്ടായിരുന്നു. തന്നിഷ്ടം പോലെ നടക്കുന്ന ഒരു ജനത, ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും മറന്ന്, തന്നിഷ്ടത്തിനു വേണ്ടി, സ്വന്തം സുഖത്തിനു വേണ്ടി, ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി
അങ്ങനെ തന്നിഷ്ടം പോലെ ജീവിക്കുന്ന എത്രയെത്ര പേരെ നമ്മൾ കാണുകയാണ്. കർത്താവ് പറയുന്നു, നീ എഴുന്നേൽക്കണം, വീണവർ എഴുന്നേൽക്കണം, തെറ്റായ വഴിയിൽ പോയവർ തിരിച്ചു വരണം. കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. അവൻ ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി നിങ്ങൾ അനുദപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. പാപകരമായ ജീവൻ നയിക്കുന്ന എല്ലാവർക്കും അങ്ങനെ വിടുതൽ കൊടുക്കണമേ. മദ്യപാനികൾ, വ്യഭിചാരികൾ, മ്ലേച്ഛ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ, അവരുടെ മേൽ കരുണയായിരിക്കണമേ. അവർക്കൊരു വിടുതൽ കൊടുക്കണമേ. മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്ന് യുവതിവാക്കന്മാരെ വിടുവിക്കണമേ. പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ, ആസക്തികളിൽ, ജഡികതയിൽ മുഴുകി ജീവിക്കുന്ന ജനത്തെ വിടുവിക്കണമേ. വഴിതെറ്റിയവർക്ക് യഥാർത്ഥ വഴി അങ്ങ് കാണിച്ചു കൊടുക്കണമേ. കർത്താവേ, തീര രോഗികളെ അങ്ങ് സൗഖ്യപ്പെടുത്തണമേ. തളർവാദ രോഗികൾ, കിടപ്പ് മാനസിക മന്ദബുദ്ധികൾ, വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും അങ്ങ് സൗഖ്യമാക്കണമേ. പാപത്തിൻ്റെ ബന്ധനത്തിൽ, സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവരെ കർത്താവെ അങ്ങ് വിടുവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനം സ്വതന്ത്രമാവട്ടെ, രോഗികളെ സൗഖ്യമാവട്ടെ, പാപികൾക്ക് മാനസാന്തരമുണ്ടാവട്ടെ. ദൈവകരുണയൊഴുകട്ടെ. ആമേൻ. നടക്കാൻ പ്രയാസമുണ്ടോ? നടക്കാൻ പ്രയാസമുണ്ടോ? ആ, നടക്കാൻ വയ്യാതെ പിടിച്ചോണ്ട് വരിക. ചേച്ചി, എന്താ പേര്? സംസാരിക്കാൻ പറ്റില്ല തല. ആരാ ഇതാരാ? നമ്മുടെ ആരാ? അയലോക്കത്തുള്ള ചേച്ചി. സൗഖ്യം കിട്ടുന്ന വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്താണ് നടുവിന് പ്രയാസം? ആക്സിഡന്റ് പറ്റിയതാണ് ആകെ. എന്നിട്ട് നടുവിന്റെ ഡിസ്കിന് കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ ലിഗ്മെന്റ്. എന്ത് ആക്സിഡന്റ് ആയിരുന്നു? വണ്ടി ആക്സിഡന്റ്. എന്ത് വണ്ടി? ഒരു ടെമ്പോ വന്ന് ഇടിച്ചു. ടെമ്പോ വന്ന് ഇടിച്ചിട്ട് നട്ടലും ഒക്കെ പ്രശ്നമാണ്. ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണോ? ആണോ? ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാൻ പോകും കേട്ടോ. ഈ ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെ പൊട്ടിയ നട്ടലിന് ഡിസ്കൊക്കെ കർത്താവ് ഇപ്പൊ കൂട്ടിച്ചേർക്കും. വിശ്വാസമുണ്ടോ? യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇവിടെ കയ്യെ പിടിച്ചു, ഈ സ്ത്രീയുടെ കയ്യെ പിടിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, പൊട്ടിയ നട്ടല് കൂടിച്ചേരട്ടെ. In the name of Jesus, in the name of Jesus. ദൈവശക്തി കടന്നു പോവട്ടെ. In the name of Jesus, in the name of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടത്തിക്കോ, പേടിക്കണ്ട. ദൈവശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി ഇവിടെ കടന്നു പോവട്ടെ. ഒന്ന് സ്തുതിച്ചേ. ഇത് ആത്മാവിന്റെ ശക്തിയുടെ അഭിഷേകമാണ്. ദൈവാത്മാവിന്റെ ശക്തിയുടെ പ്രവാഹമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി കടന്നു പോവട്ടെ. ഈ മകൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. ചേച്ചി എണീറ്റേ, ധൈര്യമായിട്ട് എണീറ്റേ. എണീക്കട്ടെ, ധൈര്യത്തോടെ എണീറ്റ് കൊള്ളുക. ആ കാല് വലിച്ചു കൊടുത്തേ, ആ കയ്യെ പിടിച്ചോ. കാല് വലിച്ചു കൊടാ, തൊഴിച്ചേ, മടക്കി തൊഴിക്കേ, മടക്കി തൊഴിച്ചേ. മറ്റേ കാല കയ്യൊന്ന് വിട്ടേ, നടു തിരിച്ചേ, നട്ടൽ തിരിച്ചിങ്ങനെ. തിരിയട്ടെ, തിരിയട്ടെ. ഒന്ന് കുനിഞ്ഞു കാണിച്ചേ, കുനിയട്ടെ. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. യേശു അവൻ ഇവിടെ ഉണ്ട്. ജീവിക്കുന്ന കർത്താവ് അവൻ ഇവിടെ ഉണ്ട്. അവന്റെ മുറിവിൽ സൗഖ്യമുണ്ട്. അവൻ ഇവിടെ ഉണ്ട്. യേശു അവൻ ഇവിടെ ഉണ്ട്. കരമൊന്ന് ഉയർത്തി വിളിച്ചേ, യേശുവേ. ചേച്ചി നടന്നേ, നടക്കട്ടെ. കാലുറപ്പിച്ച് വേഗം നടന്നേ, നടക്കട്ടെ. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം. രണ്ട് കരങ്ങളും ഏറ്റവും സ്തുതിച്ചേ. കർത്താവിന്റെ ശക്തി ആവരിക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ്റുന്നില്ല, അതിന് പ്രാർത്ഥിക്കാം. നിങ്ങളെന്തേ ചേച്ചിക്കൊന്നേ, നേരത്തെ പോലെ സംസാരിക്കുന്നതിനകത്ത് ആളാണോ?
ആ എന്നിട്ടോ ഈ വണ്ടി ആക്സിഡന്റ് വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞിട്ട് സംസാരിക്കത്തില്ല. പിടിച്ച് എല്ലാവരും സ്തുതിച്ചേ. യേശുവിന്റെ നാമത്തില് സംസാര ശക്തി മടങ്ങി വരട്ടെ. നാവിന്റെ കെട്ടയ്യട്ടെ. തലച്ചോറിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തില് നാവിന്റെ കെട്ടയ്യട്ടെ. തലച്ചോറ് നാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മകൾ സംസാരിക്കട്ടെ. The name of Jesus. സംസാരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കണ്ണിന്റെ കാഴ്ച മടങ്ങി വരട്ടെ. ആമേൻ. പറഞ്ഞേ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ കരങ്ങൾ ഉയർത്തിയടിച്ച് യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. ഹല്ലേലൂയ, മനോഹരമായിട്ട് ഇവിടെ ഹല്ലേലൂയ പറഞ്ഞത് യേശു നന്ദി പറഞ്ഞാണോ? സംസാര ശക്തി ഇല്ല, അപകടത്തില. കർത്താവ് തൊട്ട് കഴിഞ്ഞു. ചേച്ചി പൂർണ്ണ സൗഖ്യം കേട്ടോ, ഒന്നും വിഷമിക്കണ്ട. യേശു നന്ദി പറഞ്ഞു. നാളെ കൂടെ കൺവെൻഷൻ വരണം കേട്ടോ. പിടിക്കേട്ട് പോകാം. ഇനി ആ ബെൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. വിട്ടോ, നടന്നോ ധൈര്യമായിട്ട്. കൈയടിച്ച് ഒന്ന് നന്ദി പറഞ്ഞേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരാം ഞങ്ങൾ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ.